രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായ ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലും ഒരു രാഷ്ട്രീയം കാണുകയോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന പ്രശ്നമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നു. നിങ്ങളിത് എന്തൊരു മര്യാദകേടാണ് അതിന്റെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ തിരിച്ചെടുക്കാത്ത സ്ഥലങ്ങളുണ്ട്, കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. എവിടെയെല്ലാം ഉണ്ട്. ഏറ്റവും അവസാനം 2018 കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടലിൽ എത്ര പേരുടെ ബോഡി തിരിച്ചു കിട്ടാനുണ്ട് കേരളത്തിൽ? ഇതൊക്കെ മറന്നുപോയി. അവിടെ 10-11 പേരെ കാണാതായി, 7 പേരെ 8 പേരെ കിട്ടി. ബാക്കി നിങ്ങൾ കണ്ടില്ലേ? നോക്കിയ ലൊക്കേഷനിലൊന്നും അല്ല ഈ ലോറി പോലും കിടക്കുന്നത്. അവർ കണ്ടുപിടിച്ചില്ലേ? അതിന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും എല്ലാം ഉൾപ്പെടുത്തി ആ MLA എന്ന് പറയുന്ന ആൾ ആ സ്ഥലത്ത് നിന്നും മാറിയിട്ടില്ല ഇതുവരെ. ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ നിൽക്കുകയാണ്. എക്യുപ്മെന്റ്സ് കൊണ്ടുപോണ്ടേ? കനത്ത മഴയല്ലേ? ഈ കുറെ പേര് മണ്ണിനടിയിലായി അല്ലേ? അവരെ രക്ഷിക്കാൻ പോണ ആളുകളെ കൂടി മണ്ണിനടിയിലാക്കണം. അപ്പോ വലിയ പോസിബിലിറ്റി, ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് കവളപ്പാറയിൽ 10 ദിവസം കഴിഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ആളെ കിട്ടിയിട്ടില്ലേ? അപ്പൊ അതൊരു പ്രോസസ്സാണ്. അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ആ ഒരു കർണാടകത്തിന് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അർജുന്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യം പറയാതെ വിടാൻ പറ്റില്ല. ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതാണ്. നിരവധി ആളുകളാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത്. അതൊക്കെ മറന്നുപോയി. അതായത് ഗവൺമെന്റ് അതിൻ്റെ അകത്ത് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ മിലിറ്ററി കൂടി വന്ന് ചെയ്യുമല്ലേ? എന്നിട്ട് മിലിറ്ററി വന്നിട്ട് ചെയ്യാൻ പറ്റുമോ? അത് അവിടുത്തെ സാഹചര്യം അതാണ്. നമ്മൾ ഈ കവളപ്പാറയിൽ ഫയർഫോഴ്സിന് പോലും ഉച്ച കഴിഞ്ഞാൽ എത്താൻ പറ്റി, അവിടെ അടുക്കാൻ പറ്റില്ല. കാരണം ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും എന്ന് പറയുന്നത് കാണാത്തവരാണ് ഈ സംസാരിക്കുന്നത്. നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആളുകളാണ്, ദുരന്തമുഖങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റില്ലല്ലേ? മനസ്സിലായില്ലേ? അത്ര എളുപ്പമുള്ള സംഭവമല്ല. അപ്പൊ അത് ചെയ്യട്ടെ, അവരത് ഭംഗിയാക്കി പൂർത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യുന്ന രക്ഷാപ്രവർത്തകർക്ക് നമ്മളെല്ലാ പിന്തുണയും കൊടുക്കാം. നമ്മൾ അമയിലഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലേ? അവരാ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അത് വേറൊരു സ്ഥലത്ത് നിന്നാണ് ആ ബോഡി കിട്ടിയത്. എങ്കിലും അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയല്ലേ വേണ്ട? അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കുറെ മനുഷ്യര് ജീവൻ അപകടത്തിലാക്കി ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.